ധീമാ ധീമാ ഹൃദയ കൂട്ടേ ഇടിത്തവളെ എൻ പെട്രോർക്ക് ചെല്ല മരുമകളെ பக்கத்துல நாம் அடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 நடுவினிலோ திருவினில் மித வெயிலினில் இத வெளிச்சத்தில் மழை வருமென உன்னை தருமென மண்டத்தின் எண்ணம் என்னென்ன என நீ அமைத்திடும் வீட்டுக்குள்ள பூச்செடிகளின் பூக்களை வெல்ல சுருள் முடியுடன் இரு மகன்களை இறை வழங்கிட இமை நிறந்திட கட கடவென கவிதைகள் என கதை வளர்ந்ததும் அவர் வளர்ந்ததும் மறுமுறை இருமுறை உன் பிறவியை கிடைக்கணும் அவர்களுக்குமே உன் முகம் கொண்ட இரு மகள்களை இறை அருளிட அனைவரும் அழகிய சுய படங்களை எடுக்கவே பக்கத்துல நாம் பாடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 മൊഴിയൊന്നു ചൊല്ലി നിഴലൊന്നു തേടി ഹൃദയങ്ങൾ നിന്നു അരികെ ഉயிருള്ളിലെ ഉണ്മകൾ തുള്ളട നെഞ്ചിലോളമുയരെ ഇനി എന്തിന് കണ്ണുകൾ ഇങ്ങനെ തമ്മിലെന്നു മകളെ പാതി വഴികളിൽ അകമറിയുകയാണോ ഇനിയും ഇനിയും പറയാതൊരു കഥയാണോ ഇതു നേരമിതുവരെ അതിരിഴകളിലാരോ അനുരാഗമോഹരാജ്യമൊന്നു കാണുമിനിയോ തുണയിനിയാരോ നീയാണേ തുടരുകയാണോ പിന്നാലെ തളിരിടുവാനായി നേറുന്നലരും
കഴിയാതരികിൽ അറിയാമ്പൽ പോൽ വിടരുന്നേ അകമെന്നേ.
व्यग्रकरां वरदां दक्षिणेन तु ब्रह्मपद्म व्यग्रकरां वरदां दक्षिणेन तु സൗന്ദര്യം എനിക്കൊരു ശാപമാണ്. ഞാൻ ഒളിച്ചിരിക്കാം. അപ്പൊ എനിക്കറിയാം എക്സ്പ്രഷൻ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും പോട്ടെ, എന്റെ ഒരു സമാധാനം. എനിക്കറിയാൻ എനിക്ക് റിയാക്ഷൻ ഒന്ന് കാണാനാണ്. ഞാൻ ഒളിച്ചിരിക്കാം. നിങ്ങളപ്പോ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട. ആ ഓക്കെ, ഞാൻ ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട. സർപ്രൈസ് കൊടുക്കാം. നമുക്ക് സർപ്രൈസ് കൊടുക്കാം. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ടെൻഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രെയിൻ ഒന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അതുവരെ ഒന്നും തോന്നിയില്ല. ലാസ്റ്റ് മുല്ലപ്പൂ എടുത്ത് വെച്ചാൽ കല്യാണമായോ എന്ന് എനിക്കൊരു ഫീല്. എന്തായാലും ലാസ്റ്റ് കല്യാണമാണ്. ഞാനുണ്ടല്ലോ പണ്ട് മുതലേ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കല്യാണം കഴിയും. പക്ഷെ കുറച്ച് ലേറ്റായി പോയി, എന്നാലും പോട്ടെ. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ആഗ്രഹം കല്യാണം കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. എനിക്ക് ഇങ്ങനെ ബ്രൈഡൊക്കെ ഒരു ബ്രൈഡ് ആവണമെന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സുദിനം ഇന്നാണ് വന്നെത്തിയത്. പിന്നെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമോ എനിക്ക് ഒരു മിക്സ്ഡ് ഫീലിങ്സാണ്. എന്തൊക്കെയൊക്കെയോ ഭയങ്കര മാറ്റം വരുന്ന പോലെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ്. അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം. ഇപ്പോൾ വരുമ്പോൾ കാണാമല്ലോ.
മനസ്സിലാക്കി വരണമാണല്ലോ. അതാ ഞാനത് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. എന്നാലും അല്ലേ, ഞാൻ ഹാപ്പിയാണ്. ഒളിച്ചിരിക്കാം കേട്ടോ, ഞാനിവിടെ ഒളിച്ചിരിക്കാതെ. വരാറായോ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? പണി അറിയാവുന്നൊരു പണി കിട്ടുന്നുണ്ടോ? ആളിനെ പറ്റി ഞാനിപ്പോൾ എന്താ പറയാ, ഭയങ്കര ഇന്നസെന്റ് ആൻഡ് സ്വീറ്റ്. അതാണ് മാളു എനിക്ക്. എന്നും വെട്ടി തുറന്ന് പറയുമെങ്കിലും ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അവൾ സ്നേഹിച്ച ജീവൻ കൊടുത്ത് സ്നേഹിക്കും, അതാണ് അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ ഭയങ്കര ബോൾഡാതൊക്കെ കാണിക്കുമെങ്കിലും വേറെ സാധുവാ. അത്രേ ഉള്ളൂ, അതാണ് അവളുടെ ക്യാരക്ടർ. വെരി സ്വീറ്റ്, ഇന്നസെന്റ്, ലവ്ലി ഗേൾ. ഇപ്പം എൻ്റെ അനിയത്തിക്കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഫീലാണ്. പല എന്നെക്കാളും കുറേ വയസ്സിന് ഇളയത് ആക്ച്വലി. അപ്പം ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഭയങ്കര ചേച്ചിയുടെ ഒരു ഫീലായിരിക്കും. അപ്പോൾ വെരി എന്താ പറയുക, ഭയങ്കര ഓവർവെൽംഡാണ് ഞാൻ. ഒത്തിരി സന്തോഷം, പറയാൻ പറ്റത്തില്ല. എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു. വെരി 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 ഹാപ്പി മാരീഡ് ലൈഫ് ടു ബോത്ത് ഓഫ് ദം. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചല്ലോ.
വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ വസുദേവദവപാല അസുരകുലകാല ശശിവദനരൂപിണി സത്യഭാമലോല ഗൗരീ കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ. പൂന്തേൻ നേർമൊഴി സഖി പൂന്തേൻ നേർമൊഴി സഖി പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേൻ നേർമൊഴി സഖി സഖി ശാന്ത ഗുണനാകുമെൻ കാന്തൻ ശാന്ത ഗുണനാകുമെൻ കാന്തൻ ശാന്ത ഗുണനാകുമെൻ കാന്തൻ ശ്രീ പത്മനാഭൻ ശാന്ത ഗുണനാകുമെൻ കാന്തൻ ശ്രീ പത്മനാഭൻ സ്വാന്തേ മോദം കലർന്നു സപതി വരുന്നതെന്ന് സ്വാന്തേ മോദം കലർന്നു സപതി വരുന്നതെന്ന് സഖി പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേൻ നേർമൊഴി സഖി സഖി ബാലേ ചാരുശീലേ മമ ചാലേ വന്നിന്നീഹ ബാലേ ചാരുശീലേ മമ ചാലേ വന്നിന്നീഹ ബാലേ ചാരുശീലേ മമ ചാലേ വന്നിന്നിഹ ബാലേ ചാരുശീലേ മമ ചാലേ വന്നിന്നിഹ രാത്രികാലേ മോദത്താലെന്നുടെ ബാലേ നൽ കസ്തൂരി കാലേപനം ചെയ്യും ബാലേ ചാരുശീലേ മമ ചാലേ വന്നിന്നിഹ രാത്രികാലേ മോദത്താലെന്നുടെ ബാലേ നൽ കസ്തൂരി കാലേപനം ചെയ്യും സഖി പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേൻ നേർമൊഴി പൂന്തേൻ നേർമൊഴി
എനിക്ക് പറഞ്ഞില്ല, എനിക്ക് മിക്സ്ഡ് ഫീലിങ്സ്. അതെ, കുറേ നാള് വെയിറ്റ് ചെയ്തൊരു ഇത് അവസാനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ല, ഒരു എന്താ പറയണ്ടേ, അച്ചീവ്മെന്റ്. ആള് വളരെ പാവം, ഒരു എന്താ പറയണ്ടേ, ഒരു എൻറ്റയർ ഒരു ഹോൾ പാക്കേജ് ആണ്. ഒരു കാര്യമായിട്ട് മാത്രം പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കാം, വരൂ നമുക്കൊരു കല്യാണം കഴിച്ചിട്ട്. നീരോളം മേലെ മൂടും നിൻ കൺകളിൽ നീരാടും മീനായി മാറും ഞാനേ. നാളിന്നും കാലിൽ മിന്നും മൺചീരമേ, നെഞ്ചിൻ താളം നീയാവും തന്നെത്താനേ. നീ മുന്നിൽ വന്നാലെന്നും വസന്തമേ, മാഗന്ധപ്പൂവിൻ കണ്ണിത്തേനെ. നീലാമ്പലേ നിൻ നാണം കണ്ടല്ലേ, ഉള്ളിൽ മോഹം കൊണ്ടില്ലേ. നീയൊന്നിനായി ഞാനായും പിന്നാലെ മെല്ലെ ആരും കാണാതെ. അലസമീ മഴയായി വരുമരികെ, അഴകിലി തളുകളായി നീ അഴിയെ. മനസ്സിലെങ്ങോ നിറയും നിലവേ, അമൃത മധുരിതരാവുകളിനിയേ. നീരോളം മേലെ മൂടും നിൻ കൺകളിൽ നാളെന്നും കാലിൽ മിന്നും മൺചീരമേ, നെഞ്ചിൽ അവനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. വരുണിനെ 10 വയസ്സ് നല്ല അറിയാം. 5ാം ക്ലാസ്സിൽ വരുണും മാളും ഒക്കെ ഒരുമിച്ച ബി ഡിവിഷനിലോട്ട് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ കൂടെ കൂടിയതാണ്, ബാധ പോലെ കയറിയതാണ്. ഞാൻ അങ്ങോട്ട് കയറിയോ ഇങ്ങോട്ട് കയറിയോന്ന് അറിയത്തില്ല, പക്ഷെ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ തിരിച്ച് സലാലയ്ക്ക് പോയി. അവിടുന്ന് പിന്നെ ഒരു ദിവസം നാട്ടിലെന്തോ വർഷങ്ങൾക്ക് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ കണ്ടു. പണ്ട് കൂടിയ ബാധ ഒഴിഞ്ഞു പോയി എന്നുള്ള വിചാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിൽ അത് തെറ്റി. അപ്പോൾ പിന്നെ പോയിട്ടില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ വീണ്ടും ഒരു 5-8 കൊല്ലമായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് കൂടെ ഉണ്ട്, എന്തിനും ഏതിനും എപ്പോഴും. അത് കഴിഞ്ഞ് അപ്പം മാളു ആയിട്ട് അന്ന് കമ്പനിയില്ല, ഇവനുമായിട്ട് കമ്പനിയാകുമ്പോൾ. അത് കഴിഞ്ഞ് മാളുമായിട്ടും കമ്പനിയായി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും അളിയ ഞങ്ങളത് സെറ്റായി എന്നാണ് വരുന്നത്. ഐ വാസ് റിയലി ഹാപ്പി. ലൈക്ക് മാളും വരുണും നല്ല ജോഡിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവളെ എപ്പോഴും ഇട്ട് വാട്ടലാണ് പരിപാടി, എന്നാലും ഒരു രക്ഷയില്ലാത്ത ജോഡി. ദേ ലവ് ഈച്ച് അതർ സോ മച്ച്. എനിക്കിത് കാര്യമായിട്ടറിയാം. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ട്രിപ്പ് പോകാറുണ്ട്. എങ്ങോട്ടെങ്കിലും ഈ പറഞ്ഞ കണക്ക് രാവിലെ പോവും, വല്ല മലയും വലിഞ്ഞ് കയറും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ 1-2 വട്ടം പോയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും ഇവനും ഇവളും എപ്പോഴും എന്നെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചില സമയത്ത് അലയ്ക്കും. ഇതിപ്പോൾ ഈ മറ്റേ നടുക്ക് നിന്നിട്ട് 2 പേരെ നടുക്ക് നിന്നിട്ട് ഞാൻ നല്ല പോസ്റ്റ് കിട്ടി എന്നുള്ള അവസ്ഥയിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഓ മാൻ, ആ സ്നേഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചില സമയത്ത് തോന്നും, ഓ ഇതാണ് സംഭവം. മറ്റേ പണ്ടത്തെ ഇവള് ബോളിവുഡ് മൂവീസിൻ്റെ ആളാണ്. അപ്പോൾ ബോളിവുഡ് മൂവീസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവനും ഞാനും കാര്യമായിട്ട് പഴയ ബോളിവുഡ് മൂവീസിലുള്ള പ്രണയം നമ്മൾ കാണുമ്പോഴത്തേക്കിനും ഇതാണ് സംഭവം. അപ്പോൾ അതുപോലുള്ള മറ്റേ മെയ്ഡ് ഇൻ ഹെവൻ ലവ് സ്റ്റോറി സീൻസാണ്. ഒന്നുകൂടെ ആലോചിച്ചേ, ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്സ്, പിന്നെ സ്ട്രേഞ്ചേഴ്സ്, പിന്നെ തിരിച്ച് വീണ്ടും ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് ലവേഴ്സ്, ഇപ്പോൾ മാരേജ്.
മാൻ ഗോഡ് ബ്ലെസ് ദം. അതുപോലൊരു ലൈഫ് അവർക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് അവർക്ക് തന്നെ എന്നും അങ്ങനെ തന്നെ അത്രയും ഹാപ്പിനെസ്സോടുകൂടി എന്നും ഇരിക്കട്ടെ എന്ന് വിഷയം. രണ്ടുപേരുടെ ക്യാരക്ടറാണ്. വരുൺ ഈസ് ഓപ്പൺ, മാളു വായാടി, എല്ലായിടത്തും പോയി സംസാരിക്കും, ഒരു കുഴപ്പമില്ല. ഒരുപാട് ഫ്രണ്ട്സ്. മാളുവിന് ഞങ്ങളുടെ പഴയ ബാച്ചിൽ മാളുവിന് എല്ലാവരും അറിയാം. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ അറിയാം. മാളുവിനെ ഇവരെല്ലാവരും എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, എല്ലായിടത്തും പോയി ഇങ്ങനെ സംസാരിച്ചോളൂ. വരുൺ ആണെന്നുണ്ടെങ്കിൽ നേരെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ്. ഹായിപ്പുറം സുഖമല്ല, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് അതെന്നുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടോപ്പിക്സ്, ചെറിയ ചെറിയ ഡിസ്കഷൻസ്. അവൻ എല്ലാവരും ഓപ്പൺ ആവാറില്ല. പക്ഷെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ അവനും മറ്റേ ഈ പറയുന്ന കച്ചല നടത്തില്ല. ബട്ട് ബോത്ത് ആർ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്സ് അറ്റ് ഹാർട്ട്. അത്രയും സ്നേഹമുള്ള രണ്ടാൾക്കാർ. എന്നെ ഭയങ്കര കാര്യമാണ്. ചില സമയത്ത് തോന്നും, ഞാൻ എന്ത് ചെയ്തിട്ടാണോ ഇത്ര നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടിയത്. അതുപോലൊക്കെ തോന്നും. എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനും വിളിക്കാം. വരുന്ന ഓടി വരും. എന്ത് കാര്യത്തിനാണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ഹി വിൽ ബി ദ റൈറ്റ് ദർ. ഇവളാണെന്നുണ്ടെങ്കിൽ മോറൽ സപ്പോർട്ടിന് ഇവളും ഒരു കുഴപ്പമില്ല. എപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും വേല വർക്കൊക്കെ ഭയങ്കര ഒരു കുഴപ്പമില്ല, ചായ കുടിക്കാൻ പോകും, ആ പരിപാടിയാണ്. അങ്ങനെ അവനാണെങ്കിൽ ചായ കുടിക്കത്ത് പോലും ഇല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 40 ചായ കുടിക്കുകയും അവൻ എൻ്റെ കൂടെ വന്നിരിക്കും. അങ്ങനെ എപ്പോഴും ഭയങ്കരമാണ്. അവർക്ക് എന്നും എന്നും ഇത്രയും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഞാൻ ഇവർ റെഡിയായി സെറ്റായി എന്നറിഞ്ഞ അന്ന് മുതൽ ഞാനിങ്ങനെ നോക്കിയേക്കുക. അതിനിടയ്ക്ക് ഇവൻ്റെ ഫാമിലിയിൽ വേറൊരു ടോക്കോടുണ്ട്. ഞാനാണ് ഇവരെ മാച്ച് മേക്കിംഗ് ഗുരു ഞാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അമ്മയും ഇവൻ്റെ അച്ഛനും ചേട്ടനും അമ്മാവന്മാരും എല്ലാവരും എനിക്കിട്ടും കൂട്ടൊരു പാട്ട് പറ്റി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. എനിക്കറിയായിരുന്നു ഈ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ ഞാനാണ്. അത് കാരണം തന്നെ കുറച്ചൊരു ഒരു വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര ഫീലാണ്, ഒരു രക്ഷയില്ല. ബിക്കോസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ ഈച്ച് അതർ. ആൻഡ് അത് കാണുക എന്ന് പറയുന്നത് ആസ് ദെയർ ഫ്രണ്ട്, അത് ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതിനകത്തൊരു ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയാം. എൻ്റെ ശരിക്കും വാക്കുകളില്ല. അതാണ് സംഭവം. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദം. അവർ രണ്ടുപേര് മാളൂന് വരുണിൻ്റെ ഫാമിലിയിലെ എല്ലാവരുമായിട്ടും, എസ്പെഷ്യലി വരുണിൻ്റെ അച്ഛൻ, വരുണിൻ്റെ അമ്മയുടെ കാര്യം പറയണ്ട. മാളും വരുണിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ശരിക്കും അവർ രണ്ടുപേരും അമ്മയും മോളെയും പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. അവർക്ക് എല്ലാവരെയും അറിയാം, എല്ലാവരുമായിട്ടും ഇഷ്ടം. അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ആസ് എ ഫ്രണ്ട്. എന്തോ ഭയങ്കര ഹാപ്പിയാണ്. തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കാതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാറ്റ്
വിളിക്കും നാടൻ പെണ്ണാളി. അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ, തീയരിക്കണോ രാധിയുമെന്റെ. നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ. ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി, നാടറിഞ്ഞൊരു താലിയും കെട്ടി, കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്താനന്താനേ. പൂവേ പൂവേ താഴം പൂവേ, നെഞ്ചിൻ നാളം നീ. വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ, അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ. വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ, മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നെൻ കൂട്ടിലെ തൂലെ, നിറയെ ചിന്നിച്ചിതാറും കൊതിയായി. കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ്, പുലരെ മുത്തിപ്പുണർന്നൊന്നാലിയാ. I got to know about Malu through Nasna, and I have known her for almost more than a year now. And she's very innocent, she's very cool, very easygoing. And I also know Varun from last 1 year. We have been meeting, going out, having lots of fun. Let them be very happy, always together forever. All the best for their marriage, happy wedding, and then lots of God bless for them, and let them be happy always forever. കരളിലൊഴുകുമൊരോളമായി, കനവിലൊരു കുളിരായി, പ്രണയമൊരു പദതാളമായി, പുതിയ പുലരൊളിയായി. ആരോടും ചൊല്ലാതെ ചേരും നിൻ ചുണ്ടാകെ, ചേലോലും ചായങ്ങൾ. ചുടുന്നോ മുളുന്നോ നാണം, കരളിലൊഴുകുമൊരോളമായി, കനവിലൊരു
വൺ ആൻഡ് ഓൺലി ബ്രദർ. പക്ഷെ വരുൺ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയേക്കാൾ കൂടെ അവരുടെ ഒപ്പം നിന്നതിനേക്കാൾ കൂടുതൽ ഉള്ള മെമ്മറീസ് എനിക്ക് അവൻ്റെ ഒപ്പം ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ അടി വാങ്ങിച്ചു തന്നിട്ടുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചു തന്നിട്ടുള്ള അത് അവൻ പെറ്റാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പെറ്റാണ്. അപ്പം അവനെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നെ സുഖമായിരുന്നു, എനിക്ക് കിട്ടിയത് മൊത്തം ഞാൻ കാരണമല്ല, അവൻ കാരണമാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ എന്തിനാണ് ഒരു അനിയൻ ഇതുപോലത്തെ അനിയൻ എന്തിനാണ് എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇപ്പം അവനില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അവൻ വേണം, എല്ലാത്തിനും അവൻ വേണം. അതിപ്പോൾ എനിക്ക് എന്തിതുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്നത് അവനെയാണ്. അതിപ്പോൾ നല്ല കാര്യമായിക്കോട്ടെ മോശം കാര്യമായിക്കോട്ടെ, അത് അവനോട് പറയാതെ എനിക്ക് പറ്റത്തുമില്ല. അപ്പോൾ അവൻ എന്നോട് പറയും, ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങനെ നമുക്കിത് ചെയ്യാമെന്ന് പറയും. പ്രായം കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ മൂത്തത്, ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം അവനാണ്. അവൻ ഇത് നെക്സ്റ്റ് ഫേസാണ് അവൻ്റെ. വിഷിങ് ഹിം ആൻഡ് മാലു ഓൾ ദ വെരി ബെസ്റ്റ്, യുനോ, ഗോഡ് ബ്ലെസ്. ഇങ്ങനെ സന്തോഷത്തോടെ പോട്ടെ. അത് വരുൺ അങ്ങനെ വന്നപ്പോൾ വരുണിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം വരുണിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ വലിയ ചെറുക്കനായി പോയി. അപ്പോൾ ഇവൻ കുഞ്ഞുനാളിൽ കാണിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുണ്ട്, പല കാര്യങ്ങൾ. ഇപ്പോൾ ഇവന് വന്നപ്പോൾ ഒറ്റ പല്ല് ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു പല്ല് കാണിക്കാന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാം അവൻ്റെ ഒരു ട്രേഡ് മാർക്സ് ആണ്, പല്ല് കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് ചിരിക്കുക. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കിട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിച്ചു, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ആ ഒരു ഇത്രയും 10-15 വർഷം നമ്മുടെ കൂടെ ഒരാളാണ്, അതെല്ലാം ഒരു 5 സെക്കൻഡൊക്കെ ഫ്ലാഷാണ് പല കാര്യങ്ങളും. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വലിയ ചെറുക്കനായി. പല കാര്യങ്ങളും അവൻ ആൾക്കാരോട് സംസാരിക്കുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ കാണുമ്പം നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുന്നു അവൻ. ചിലപ്പോൾ ഞാനാണ് അവൻ്റെ സ്ഥാനത്ത്, ചിലപ്പോൾ എനിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പ്രൗഡാണ്. ഓൾവേസ് ഐ എം സൂപ്പർ പ്രൗഡ്. നമുക്ക് അങ്ങനെ ഒറ്റ വാക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഐ എം സൂപ്പർ പ്രൗഡ്. എനിക്ക് ഉറപ്പുണ്ട് അവനും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് അവൻ്റെ ലൈഫിൽ ഓരോ സ്റ്റെപ്പ് കയറി അങ്ങ് പോകും. എനിക്ക് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടിപ്പം 1.5 വർഷം ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് 3 വർഷമായി. പക്ഷെ അപ്പത്തൊട്ട് വരുണിനോടും മാളിനോടും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്നാണ് വൈബായ. എനിക്ക് ഇവരുടെ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കമ്പനി തന്ന ആള് വരുണ. അവനാണ് എന്നെ കൊണ്ട് എല്ലാ ടൂറ് തന്നു, ഞങ്ങളുടെ ഹൗസ് ടൂർ തന്നതും. അവന് നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഓക്വേർഡ്നെസ് അല്ലേ, നമ്മൾ ഒറ്റയാണല്ലോ. പുതിയ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഫീൽ അറ്റ് ഹോം ആക്കി തന്നത് വരുണ, വേറെ ആരുമല്ല. ഞാൻ സ്വന്തം ഹസ്ബൻഡ് പോയതല്ല ഞാൻ പറയാം. എനിക്ക് പല കല്യാണ ചെറുക്കനാകുമ്പോൾ പല കാരണത്തിൽ വിളിക്കും അങ്ങോട്ട് പോകും. അപ്പൊ എനിക്ക് ഇവിടെ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ചില സമയത്ത്. പക്ഷെ അവൻ എൻ്റെ കൂടെ നിന്ന് മേക്ക് ഷുവർ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ഞാൻ എവിടെയും ഇരിക്കുന്ന എനിക്കറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. എല്ലാം മിടുക്കനാണ് അവൻ. എനിക്ക് ശരിക്കും അനിയനെ തന്നെ. ഇപ്പം എനിക്കൊരു അനിയൻ, ഞാനും എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു അനിയൻ വരുണാണ്. ഇപ്പം അവൻ കല്യാണം കഴിക്കുന്നവർ നമുക്കൊരു മനസ്സിൽ സന്തോഷമായിട്ട് എന്തായാലും കണ്ണെന്നറിയും, കാരണം നമ്മുടെ കൊച്ചല്ലേ. ബട്ട് മാളിനായാലും വരുണായാലും വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ലത് വരുത്തട്ടെ. ആൻഡ് എവറിത്തിങ് ബെസ്റ്റ് ഇൻ. അതാണ് ഞങ്ങളുടെ വിഷ്.
ശലഭ കണ്ണുകളെ, പിന്നെ പിന്നെ പറഞ്ഞു മിണ്ടിയ പവിഴ ചുണ്ടുകളെ, താളം തെറ്റി പതിയെ നെഞ്ചിടി പുലഞ്ഞ രാവുകളെ, പോക പോക പറയുമെങ്കിലും തിരഞ്ഞൊരു തരമേ, പതിവുകൾ ഓരോന്നും പല വഴിമായുന്നു, ഇതോ ഒരാൾ കടം തരും സ്വകാര്യ നൊമ്പരം. കരളിലെ മൗനങ്ങൾ മൃദുവരി പാടുന്നു, ഇതോ കിനാവു കണ്ടിടും ഒരാത്മസംഗമം. വിചാരമാകെയാരോ വിരുന്നു വന്നതാണോ, വിടാതെയുള്ളു മൂടിയോ വിമോഹമോഹമേകിയോ, ഒരായിരം പൂ വിരിഞ്ഞ പോലെ, കിടാനിറങ്ങൾ പൊതിഞ്ഞ പോലെ, മെല്ലിക്കൊല്ലും പ്രണയകാലം മുന്നിലോ. കരളിലെ മൗനങ്ങൾ മൃദുവരി പാടുന്നു, ഇതോ കിനാവു കണ്ടിടും ഒരാത്മസംഗമം. അവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവളെ ഹാൻഡിൽ ചെയ്യാൻ അവളെ പോലെ തന്നെ പറ്റിയ ഒരാൾ വേണം. അങ്ങനത്തെ ഒരാളാണ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൾ ഭയങ്കര ബബ്ലിയാണ്, പക്ഷേ എന്തുണ്ടെങ്കിലും നേരെ പറയുകയും ചെയ്യും. അത് കേൾക്കുന്നവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും എന്ന് അതൊന്നും അവൾ മൈൻഡാക്കാറില്ല. ഉള്ളതുള്ള പോലെ പറയുന്ന വളരെ സുസുബാധിയ ഒരു പാവക്കുട്ടിയാണ് ഞങ്ങളുടെ വാള്. കല്യാണം വളരെ ഗംഭീരമായി നടത്താൻ സാധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. അത് അവൾ പണ്ട് തൊട്ടേ പറയുമായിരുന്നു, എല്ലാവരെയും വിളിക്കണം, ഗംഭീരമായിട്ടുള്ള കല്യാണം നടത്തണം, മറ്റേ ഈ കോൺഫെറ്റി മറ്റേ പൂവിൻ്റെ ഇത് അതൊക്കെ അവൾ ഭയങ്കര കാര്യമായിട്ട് പറയുമായിരുന്നു. ഞാൻ പക്ഷേ നമ്മൾ വെറും സാധാരണ കല്യാണം മതി എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിരുന്നതാണ്. അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ല ഒന്നാന്തരം ഗംഭീരമായിട്ട് കല്യാണം നടത്താൻ പറ്റി. വരുന്നാണെങ്കിലും അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്വഭാവമുള്ളൊരു പയ്യനാണ്. രണ്ടുപേർക്കും പറ്റിയ ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും. മാള് ഭയങ്കര ബോൾഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവളെന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കും. അതൊരു നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ബോൾഡ് ക്യാരക്ടറായിട്ടുള്ള ആൾ വേണം. അപ്പോൾ വരുണ് ഏകദേശം അത് മാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. രണ്ടുപേരും ഒത്തുപോകുന്നൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാളൂനും വരുണും നമ്മുടെ രണ്ടുപേരുടെയും എല്ലാവിധ വെഡിങ് വിഷസ്. ഹാപ്പി മാരീഡ്. പണ്ടും എനിക്ക് എന്തെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പക്ഷേ എനിക്കത് വേണം. അവസാനം ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാവും. പക്ഷെ അവൾ പാവം അവളുടെ സാധനങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ തരും.
மரதக பூங்கொடியே நீ கனவில தேன்மொழியே அழகே கலையே ஓ மஞ்சுளாங்கியே எஞ்சாரி நீதானே பாக்குற பார்வையில அவராங்கியானாளே மஞ்சுளாங்கியே எஞ்சாரி நீதானே குறுக்கல போகையில என் மனச இழுத்தாளே ஏன் நெஞ்சுக்குள்ள ஒண்ணும் இல்ல உள்ள வந்து ஒட்டிக்கிறேன் அத்து மீறி நெத்தியில முத்தம் ஒண்ணு தாரே சரி தாண்டி